ഞാൻ 2020-യുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 2020-യുടെ കിഴക്കമ്പലം മോഡൽ നമ്മൾ ഏറ്റുമാനൂർ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആതിരയാണ് എനിക്കൊപ്പം ഉള്ളത്. ലാസ്റ്റ് മിനിറ്റിലാണ് സ്ഥാനാർത്ഥിത്വം കൈവന്നത്. NDAയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ്. എന്താ ഫീൽ ചെയ്യണേ? സത്യം പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. അതാണ് ഏറ്റവും തോന്നുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു ഏജിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എത്രമാത്രം അഭിമാനം കൊള്ളുന്ന ഒരു ഭാരതത്തിന് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ് ഏറ്റുമാനൂരുകാരിയായ എനിക്ക് ഏറ്റുമാനൂരുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് വളരെ അഭിമാനം തോന്നുന്നു. വീണ നായരുടെ സ്ഥാനാർത്ഥത്തിന് പകരമാണ് ആതിര ഈ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത്. എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മത്സരരംഗത്ത് ഇറങ്ങണമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾ പറയില്ലേ, കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഫയർ ഉണ്ടാവാറുണ്ട്. അതായത് തെറ്റുകൾ കാണുമ്പോൾ ഇതെന്താ, ഇതിങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയും ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നലുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് അധികാരമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒന്നൊന്നും ചിന്തി. പക്ഷേ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് ഏറ്റവും ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. നമ്മൾ അന്ന് കാത്തുവെച്ച ഫയർ ഇപ്പോൾ കൊളുത്താനുള്ള ടൈമായിട്ട് ഏറ്റുമാനൂരിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നിട്ടിറങ്ങുന്നത്? ഓക്കെ, ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ 2020-യുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 2020-യുടെ കിഴക്കമ്പലം മോഡൽ നമ്മൾ ഏറ്റുമാനൂർ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് നമുക്കറിയാം 2500 രൂപയുണ്ടെങ്കിലും ഒരു മനുഷ്യനെ ജീവിക്കാം എന്ന് തെളിയിച്ച സ്ഥലമാണ് കിഴക്കമ്പലം. അത് തെളിയിപ്പിച്ചു കൊടുത്ത ആളാണ് സാബു ജേക്കബ്. അപ്പം ആ സാറിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്കും അത് സാധിക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഞാനും ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം അതാണ്. നമുക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വേണ്ടതെല്ലാം തരുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് വേണ്ട കൈകളിലേക്ക് എത്തുന്നില്ല. പക്ഷെ എത്തിക്കണം. അതാണ് എൻ്റെ മെയിൻ അജണ്ട. ഇൻഫ്ലുവൻസർ ആണ്, നർത്തകിയാണ്, ഗായികയാണ്, കലാകാരിയാണ്. ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു സംഭവം എത്രത്തോളം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സത്യം പറഞ്ഞാൽ അതെനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയ. ഇപ്പം ഇന്നുമായിട്ട് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകളുണ്ട്, കമന്റ് ബോക്സസ് ഞാൻ കാണുന്നു. സത്യം പറഞ്ഞാൽ എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള അവരുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോൾ യൂത്തിനെ അവർ അംഗീകരിക്കുന്നു. യുവജനങ്ങളെ നാട്ടിൽ ആളുകൾക്ക് വേണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. എനിക്ക് അതിലൊരു ചെറിയ സങ്കടം എന്താ വെച്ചാൽ, ഇപ്പം കേരളത്തിലുടനീളം ആകെ ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാളെ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. സത്യം പറഞ്ഞാൽ ഇതിലും ആളുകൾ വേണമായിരുന്നു. കാരണം ജനങ്ങൾക്ക് വേണം യൂത്തിനെ. വളരണമെങ്കിൽ, മാറ്റങ്ങൾ വരണമെങ്കിൽ യൂത്ത് വേണം. എന്താണ് ഇവിടെ ഏറ്റുമാനൂർ എങ്ങനെയുള്ള ഒരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് വിജയപ്രതീക്ഷകൾ? സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി വാസവൻ സാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ UDF-ന്റെ നാട്ടക സുരേഷ് നമുക്കറിയാം നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. എന്നിരുന്നാലും വിജയ സാധ്യത എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് വേണ്ടത് മാറ്റമാണ്. ഈ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അവരെങ്ങനെയായിരുന്നു അതേ സ്റ്റാൻഡിലാണ് ജനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്കൊരു മാറ്റമില്ല. മാറ്റങ്ങളെല്ലാം നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ് മാറ്റങ്ങൾ. അവർ മാറിയാൽ പോരാ. ജനങ്ങളാണ് മാറേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ മാറ്റം കൊണ്ടുവരണം. അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അതെ, ഈ ഒരു തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിൽ പാർട്ടിയുടെ കേരളത്തിലുള്ള ഒരു സംഭവം അതെന്തായിരിക്കും? സത്യം പറഞ്ഞാൽ ജനങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. ഭൂരിപക്ഷം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നിലവിലെ സ്ഥിതി വെച്ചിട്ട് ഒരു മോഡറേറ്റ് ആണ്. കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് ഒരു പ്രചരണ പരിപാടികളൊക്കെ? ഇന്ന് റോഡ് ഷോ, കൈപ്പുഴമുട്ട് തൊട്ട് ഏറ്റുമാനൂർ വരെ റോഡ് ഷോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ തൊട്ടേ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തുടങ്ങി. അതാ ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് എന്നെ പരിചയപ്പെട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ആൾക്കാർ. അപ്പോഴേ തന്നെ ഈ സ്വീകാര്യത സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടെ നമുക്കൊരു ധൈര്യമായി അല്ലെങ്കിൽ മുന്നോട്ട് ഇറങ്ങാം എന്നുള്ള ആ ഒരു നമ്മുടെ ഉള്ളിലെ ഫയർ ഒന്നുകൂടെ ആളിക്കത്തി. ഒരു പാർട്ടിക്കൊപ്പമുള്ള ഒരു യാത്ര ഇപ്പൊ എങ്ങനെയാ കാണുന്നത്? സന്തോഷം, വളരെ സന്തോഷം. സത്യം പറഞ്ഞാൽ അത്രയും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു നമ്മളായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാരത ജനത അല്ലെങ്കിൽ ഒരു കേരളീയ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു. നമ്മളെ കൊണ്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനുള്ളിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ തിരിച്ചറിയുന്നത്. നമ്മളൊരു പ്രേക്ഷകയായി അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷെ നമ്മളിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇഷ്ടം പോലെയുണ്ട്. അതെനിക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ആ ഒരു പ്രതീക്ഷ ആതിര പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ആൾക്കാരിലേക്കും എത്തട്ടെ. എല്ലാ വിജയ പ്രതീക്ഷകളും ഞാൻ നേരെയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു.